പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിലേക്ക് വീണ്ടും നമ്മളൊന്ന് പ്രവേശിച്ചാൽ ഇവിടെ പറയാണ്, നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. നിലവിൽ എന്തെല്ലാം സഭയിൽ അധികാരത്തിൻ്റെ മേഖലകൾ സഭയിലുണ്ടോ അതെല്ലാം ദൈവത്താൽ സ്ഥാപിതമാണ്. സഭയ്ക്ക് പുറത്തുള്ളവരെ ഭരിക്കാൻ നമ്മളെ കൊണ്ടാവത്തില്ല. അത് ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ സഭയിലുള്ളവരുടെ കാര്യമാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അത് പൗലോസ്ലീഹ പലപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ സഭയിലുള്ളവരോടാണ് പറയേണ്ടത്. സഭയ്ക്ക് പുറത്തുള്ളവരെ ദൈവം നോക്കിക്കൊള്ളും. കോരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് 1 കോരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ സത്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ സഭയിലുള്ള സഭാമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. മാർപ്പാപ്പയെ ദൈവം അവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഇരുത്തിയിരിക്കുന്ന സഭയിൽ ആ മാർപ്പാപ്പയെ അംഗീകരിക്കാതെ ആ മാർപ്പാപ്പയെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു വിവരവുമില്ലാത്തവനാണ്, സഭയിലെ മക്കൾക്ക് ഒരു പ്രയോജനവുമില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പായ്ക്കെതിരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾ ഇന്ന് നമ്മുടെ ക്രിസ്തീയ സഭയിലുണ്ട്. ഇനി മാർപ്പാപ്പയെ മാത്രമല്ല, മാർപ്പാപ്പയുടെ താഴെയുള്ള മെത്രാന്മാർക്ക് കൈവെപ്പ് ശുശ്രൂഷ കൊടുക്കുന്നത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പായെ ഒരു മെത്രാൻ അനുസരിക്കുന്നില്ല എങ്കിൽ, മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെടുന്നില്ല എങ്കിൽ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ആ വ്യക്തിക്ക് നഷ്ടപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ദൈവമായ കർത്താവ് അനുഗ്രഹം വർഷിക്കുന്നത്, സഭയിലേക്ക് അനുഗ്രഹം വർഷിക്കുന്നത് മാർപ്പാപ്പായിലൂടെയാണ്. മാർപ്പാപ്പായോട് ചേർന്ന് വിധേയപ്പെട്ട് നിൽക്കുന്ന മെത്രാനിലൂടെയാണ് ആ രൂപതകളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു രൂപതയിലേക്ക് ഒഴുകിയെത്തണമെങ്കിൽ ആ രൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മെത്രാൻ മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെട്ട് നിൽക്കണം. മാർപ്പാപ്പായുടെ മുകളിൽ കയറിയിരുന്ന് മാർപ്പാപ്പായെ ഭരിക്കാൻ പോയാൽ അനുഗ്രഹം കിട്ടത്തില്ല. മാർപ്പാപ്പായ്ക്ക് വിധേയപ്പെട്ടായിരിക്കണം മെത്രാൻ്റെ പ്രവർത്തനം. മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി അടുത്ത മേഖല, നിലവിലിരിക്കുന്ന അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടോ, അടുത്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെത്രാൻ ഒരു വൈദിക വിദ്യാർത്ഥിയുടെ ഒരു ഡീക്കനായിട്ട് മാറിയ ഒരു വ്യക്തിക്ക് പട്ടം കൊടുക്കുമ്പോൾ മെത്രാൻ കൈവെപ്പ് ശുശ്രൂഷ കൊടുത്ത് സഭ പഠിപ്പിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ അംഗീകരിച്ചു കൊള്ളാമെന്ന് എഗ്രിമെൻ്റൊക്കെ ചെയ്തിട്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. വിധേയപ്പെട്ട് സഭ എന്ത് പഠിപ്പിക്കുന്നു അത് അതുപോലെ അനുസരിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പറയപ്പെട്ട മെത്രാനാണ് ഒരു പുരോഹിതൻ്റെ, ഒരു വൈദികൻ്റെ ശിരസിൽ കൈവച്ച് പട്ടം കൊടുക്കുന്നത്, കൈവെപ്പ് ശുശ്രൂഷ കൊടുക്കുന്നത്. അപ്പോൾ ആ വൈദികനെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലുള്ള വൈദികനാകാം, ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് കടന്നു വരുന്ന വികാരിയച്ഛനായിട്ട് വരുന്ന വൈദികനാകാം. ആ വൈദികൻ എപ്പോഴും മെത്രാൻ പറയുന്നത് അനുസരിച്ച് മെത്രാന് വിധേയപ്പെട്ട് തന്നെ പോകണം. മെത്രാൻ പറയുന്നതനുസരിച്ച് മെത്രാന് വിധേയപ്പെട്ട് ഒരു പുരോഹിതൻ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാർപ്പാപ്പായിൽ നിന്നൊഴുകുന്ന അനുഗ്രഹം മെത്രാനിലേക്ക് ഒഴുകിയെത്തുകയും മെത്രാനിൽ നിന്നുള്ള അനുഗ്രഹം ആ ഇടവകയിലെ വികാരിയച്ഛനിലേക്ക് ഒഴുകിയെത്തുകയും ആ വികാരിയച്ഛനിൽ നിന്ന് ഈ അനുഗ്രഹം ഇടവക ജനങ്ങളിലേക്ക് മുഴുവൻ ദൈവം പ്രസരിപ്പിച്ചുകൊള്ളും.
ഒഴുക്കിക്കൊള്ളും. ഇതാണ് സഭയുടെ വലിയൊരു റൂട്ട്. അപ്പോൾ അത് ഇനിയൊരു കോൺഗ്രിഗേഷനിലെ വൈദികനായിക്കോട്ടെ, ആ കോൺഗ്രിഗേഷനിലെ വൈദികൻ ആ ഏത് കോൺഗ്രിഗേഷൻ എവിടെ സ്ഥാപിതമായിരിക്കുന്നോ അവിടെയുള്ള മെത്രാന് വിധേയപ്പെട്ടേ പോകാൻ പറ്റുള്ളൂ. സഭയുടെ ഘടനയും സഭയുടെ നിയമവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വൈദികർക്ക് വിധേയപ്പെട്ട് വേണം ഇടവക ജനങ്ങൾ പോകാൻ. ഇടവകയിൽ ഓരോ ജനങ്ങളും വൈദികനെ മര്യാദ പഠിപ്പിക്കാൻ പോകണ്ട, ആ വൈദികന് വിധേയപ്പെട്ട. കാരണം വൈദികൻ ആര് പറയുന്നതനുസരിച്ചാൽ മതി. വൈദികനോട് മെത്രാൻ പറയുന്നതനുസരിച്ച വൈദികൻ പോകേണ്ടത്, അല്ലാതെ വൈദികനെ നമ്മൾ അനുസരണം പഠിപ്പിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇടവക ജനത്തെ സംബന്ധിച്ചിടത്തോളം, ഇടവക ജനം ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികൻ പറയുന്നതനുസരിച്ച് ആ വൈദികന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കപ്പെടുകയുള്ളൂ. എന്നാൽ മറിച്ച് വൈദികനെ തടഞ്ഞു നിർത്തുകയും നാൽക്കവലെ വെച്ച് കൂകി വിളിക്കുകയും മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കാതെ കൊണ്ട് ഖരോവ ചെയ്ത് പിടിച്ചു നിർത്തുകയും ചെയ്യുമ്പോൾ ആ വൈദികൻ്റെ വേദന ദൈവത്തിന് മുമ്പിലെത്തും. കാരണം ഈ വ്യക്തിക്ക് അധികാരം കൊടുത്ത് ഈ ഇടവകയിലേക്ക്, ദേശത്തേക്ക് വിട്ടത് ദൈവമാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് അവരുടെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വരാനായിട്ടുള്ള വഴിയായി മാറ്റപ്പെടുന്നു. അവരുടെ കുടുംബത്തിലേക്ക് തകർച്ചകളും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അവർ മാനസാന്തരപ്പെട്ട ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കാം. ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തെ കൂടാതെ ഒരു അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. ആയതിനാൽ അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തിന് ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിയിരിക്കുന്നു. നമുക്കത് വിശ്വസിച്ചോട് പ്രാർത്ഥിക്കും. കർത്താവ് ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ്, ദൈവത്തെ കൂടാതെ ഒരു അധികാരവുമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവെ, അങ്ങയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.